ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രട്സ്. ഓണത്തിനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികളാണല്ലോ ഞാൻ പരിചയപ്പെടുത്തിയത്. ഇന്നും അതുപോലെ ഞങ്ങളുടെ മുത്തശ്ശിയൊക്കെ ഇവിടെ സ്ഥിരമായി ഉണ്ടാക്കിയിരുന്ന ഒരു എള്ള് കറിയാണ് ഉണ്ടാക്കുന്നത്. അത് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അമ്മയും ചിറ്റമ്മമാരും ഒക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ എള്ള് കറി ഉണ്ടാക്കുന്നത്. ഈ വ്യത്യസ്തമായ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. എള്ളുകറിയിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് 2 ഏത്തക്കായും 250 ഗ്രാം ചേനയുമാണ്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും കായും ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്ക് ചെയ്യുക. ചേന കുക്കറിലാണ് വേവിക്കുന്നത്. കായ പെട്ടെന്ന് വേകുമല്ലോ, കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല. മൺപാത്രത്തിലാണ് കായ കുക്ക് ചെയ്യുന്നത്. മഞ്ഞളും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യുക. കായിലെ വെള്ളം വറ്റിയോ എന്ന് ശ്രദ്ധിക്കുക. വെള്ളം വറ്റി കാ വെന്ത് കുഴഞ്ഞു പോകാതെ നോക്കണം. എള്ളുകറിക്കായി എള്ള് വറക്കണം. 2 ടേബിൾ സ്പൂൺ എള്ള് ആദ്യം ഒന്ന് വറുത്ത് മാറ്റണം. എന്നിട്ടാണ് തേങ്ങയുടെ കൂടെ ഈ ചേരുവകളെല്ലാം വറക്കേണ്ടത്. അരമുറി തേങ്ങ അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങ, 8 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ ഉഴുന്ന് ഇവയെല്ലാമാണ് പിന്നെ വറക്കേണ്ടത്. പുളിയും ശർക്കരയും ഒക്കെ ഈ കറിക്കും ചേർക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളമൊഴിച്ച് വയ്ക്കുക. മധുരത്തിനായി 2 കഷ്ണം ശർക്കരയും എടുക്കുക. എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ശർക്കര ചേർക്കുക. ഇനി അരയ്ക്കുവാനുള്ള ചേരുവകളൊക്കെ വറുത്തെടുക്കാം. എള്ളിന് അധികം മൂപ്പില്ല. അത് ചൂടായി പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ചേരുവകളൊക്കെ വറുത്തെടുക്കാം. ഉഴുന്നിട്ട് ഒന്ന് ചൂടാകുമ്പോൾ തേങ്ങയും മുളകും കറിവേപ്പിലയും ഇട്ട് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ തേങ്ങ വറുക്കുക. തേങ്ങ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരി തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ വറുത്ത് വച്ചിരുന്ന എള്ള് ചേർത്ത് തേങ്ങ അരച്ചെടുക്കുക. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും കായയും കൂടി മിക്സ് ചെയ്ത് അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് പുളി പിഴിഞ്ഞതൊഴിച്ച് ശർക്കരയും ചേർത്ത് വേവിക്കുക. പുളി പിഴിഞ്ഞൊഴിക്കുന്ന കറികൾക്ക് ശർക്കര ചേർക്കുന്ന ഒരു പതിവുണ്ടല്ലോ. 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്തിളക്കുക. കറി നല്ലവണ്ണം കുറുകിയിരിക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പും എരിവ് കൂടുതലാണെങ്കിൽ ശർക്കരയും ആഡ് ചെയ്യുക. എള്ളുകറി നന്നായി തിളച്ച് കഴിഞ്ഞ് 3 മിനിറ്റ് കഴിയുമ്പോൾ വാങ്ങി വയ്ക്കാം. ഇനി കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി. അങ്ങനെ എള്ളുകറി തയ്യാറായി. കുറച്ച് വ്യത്യാസമുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോസ് ലൈക്ക്, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.